ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി തേർഡ് സെമ്മിൻ്റെ പുതിയൊരു പേപ്പറുമായിട്ടാണ് വരുന്നത്. ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് എന്ന ഒരു പേപ്പറുമായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ കൂടുതൽ ഇതിൽ വരുന്നത് നമ്മൾ ഗൂഗിൾ, ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചായതുകൊണ്ട് കുറേ വേർഡ്സ് നമുക്കിതിൽ ഇംഗ്ലീഷ് തന്നെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അതിനെ അങ്ങോട്ട് മലയാളീകരിച്ച് എഴുതിയാൽ മതി എക്സാമിന് കേട്ടോ. മലയാളത്തിലാക്കി എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മാറും. ഇപ്പോൾ വെബ് ക്രൗള് പറയുമ്പോൾ അതുപോലെ വെബ് ക്രാബ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെബ് ഞണ്ട് എന്നൊന്നും എഴുതാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ അതുപോലെ ഒരുപാട് ഗൂഗിൾ ഒക്കെ നമുക്ക് അതൊക്കെ അങ്ങനെ തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ വേൾഡ് വൈഡ് വെബ് അതൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കുകൾ അതേപോലെ മലയാളീകരിച്ച് നിങ്ങൾ എഴുതുക തന്നെ നിർവാഹമുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടായൊന്നും ഇരിക്കില്ല. ഓക്കെ, നമുക്ക് നോക്കാം. തേർഡ് സെമ്മിൻ്റെ ഒരു സോഷ്യോളജിക്കാരുടെ മെയിൻ പേപ്പറാണ് ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചധികം ഉണ്ട് ഫസ്റ്റ് ബ്ലോക്ക്, എന്നാലും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് ഇൻഫർമാറ്റിക്സ് ഇൻ ഹയർ എഡ്യൂക്കേഷനാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഇൻഫർമാറ്റിക്സ്, വിവരസാങ്കേതിക വിദ്യ. അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് ഇൻ്റർനെറ്റ് ആസ് എ നോളജ് റെപ്പോസിറ്ററി. ഇൻ്റർനെറ്റ് ആസ് എ നോളജ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒരു അറിവിൻ്റെ ശേഖരം എന്ന നിലയിൽ എന്നാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നമ്മൾ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയെ ഇൻ്റർനെറ്റ് പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ. ഒരു ലളിതമായ ആശയവിനിമയ രീതിയായിട്ട് ആരംഭിച്ച് അറിവ് നിറഞ്ഞൊരു വലിയ ഡിജിറ്റൽ ലൈബ്രറി ആയിട്ട് ഇന്ന് ഇൻ്റർനെറ്റ് മാറിയിരിക്കുകയാണ്. പര്യവേക്ഷണത്തിനും കണ്ടെത്തലിനുമുള്ള പഠിതാവുമായിട്ട് മാറാൻ ഈ വലിയ വിവരസമുദ്രം നാവിഗേറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കും. അതായത് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മെ സഹായിക്കും. ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനങ്ങൾ പ്രാക്ടീസ് കമ്മ്യൂണിറ്റികളിൽ സൃഷ്ടിക്കുന്ന അറിവ് പിടിച്ചെടുക്കാനും ആവശ്യമുള്ളപ്പോൾ അത് പ്രചരിപ്പിക്കാനും കഴിയുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ അതിനനുയോജ്യമാണ്. ഇൻ്റർനെറ്റ് കേന്ദ്രീകൃതമായി ലോകത്തെ, അതായത് ഇന്നത്തെ ലോകം തന്നെ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് കേന്ദ്രീകൃതമാണ്, ഇൻ്റർനെറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഈ ലോകത്ത് വിവരങ്ങൾ വീണ്ടെടുക്കാൻ വളരെ എളുപ്പമായിരിക്കുകയാണ് ആളുകൾക്ക്. അതൊരു സെർച്ച് എഞ്ചിനിലേക്ക് ഒരു കീവേഡ് ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. ആവശ്യമായ ഡിജിറ്റൽ സാക്ഷരതാ വൈദഗ്ധ്യമുള്ള ആർക്കും ഉൾക്കൊള്ളാവുന്ന വിവരങ്ങളുടെ സമൃദ്ധമായ ഉറവിടമായിട്ടാണ് ഇൻ്റർനെറ്റ് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കൂടാതെ ഓൺലൈൻ ഡാറ്റാബേസുകളുടെ പ്രവേശനക്ഷമത അത്ഭുതാവഹമായ തലത്തിലെത്തി കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും പഠനം സുഗമമാക്കുന്നുമുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ICT എന്ന് പറയും കേട്ടോ. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ദ്രുതഗതിയിലുള്ള പരിണാമം, വിദ്യാഭ്യാസം, വിനോദം, അതുപോലെ സാമൂഹിക ഇടപെടൽ എന്നിവ ഉൾക്കൊള്ളുന്ന ബഹുമുഖ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഡാറ്റാബേസുകളും മൾട്ടിമീഡിയ പ്ലാറ്റ്ഫോമുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. വെർച്വൽ ലൈബ്രറികളും ഓൺലൈൻ ചർച്ചാ ബോർഡുകളും അക്കാദമിക് വ്യവഹാരത്തിനും വിജ്ഞാനത്തിനും വിനിമയത്തിനുമുള്ള അമൂല്യമായ ഉപകരണങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. തൽഫലമായി 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യുന്നതിനാവശ്യമായ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ഉപകരണമായിട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനെ കാണുന്നു, ഇൻ്റർനെറ്റിനെ കാണുന്നുമുണ്ട്. അത്രത്തോളം പ്രധാനം വിദ്യാഭ്യാസ മേഖലയിലും ഏതിനുണ്ട്, ഇൻ്റർനെറ്റിന് ഉണ്ട്. ഒരു വിജ്ഞാന ശേഖരം എന്നത് വിവരങ്ങൾ സംഭരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇൻ്റർനെറ്റ് അറിവിൻ്റെ യഥാർത്ഥ സമഗ്രമായ ഒരു ശേഖരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വെബിൽ നിന്ന് വിവരങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ശേഖരിക്കാനും സെർച്ച് എഞ്ചിനുകൾ, ഓട്ടോമാറ്റഡ് പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും അവ ബോട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ, ബോട്ട്. അതുപോലെ ചിലന്തികൾ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് ക്രാബ്, ക്രൗള് അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ക്രൗളറുകൾ അഥവാ വേംസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കടന്നുകൂടുന്ന ഒരു തരം വൈറസുകളാണത് എന്നിങ്ങനെയൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ഈ പ്രോഗ്രാമുകൾ വ്യവസ്ഥാപിതമായി ഇൻ്റർനെറ്റ് നാവിഗേറ്റ് ചെയ്യുകയും ഡാറ്റ ശേഖരിക്കുകയും വെബ്സൈറ്റുകൾ സൂചികയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവയുടെ രൂപകൽപ്പനയെ ആശ്രയിച്ച് ചില സെർച്ച് എഞ്ചിനുകൾ വെബ്സൈറ്റുകളെ അവയുടെ ശീർഷകങ്ങൾ ഉപയോഗിച്ച് സൂചികയിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റുള്ളവരെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റുകൾ, അതായത് URL എന്ന് പറയില്ലേ, നമ്മൾ URLിലേക്ക് മാറാനുണ്ട് എന്നൊക്കെ നമ്മൾ പരസ്യം എന്ന് കാണാറില്ലേ, അപ്പം അതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റുകൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ വെബ് പേജിലും ടെക്സ്റ്റിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒന്നാക്കിയിട്ട് അങ്ങനെ മാറ്റുന്നു. ചില സെർച്ച് എഞ്ചിനുകളെ രീതിയിൽ സംയോജിപ്പിച്ച് കൂടുതൽ സമഗ്രമായൊരു സൂചിക സൃഷ്ടിക്കുന്നുമുണ്ട്. ഈ വ്യത്യസ്ത സമീപനങ്ങളുടെ ഫലമായി
സെർച്ച് എഞ്ചിനുകൾക്ക് പകരം തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കഴിയും. ഓരോ സെർച്ച് എഞ്ചിനും ഇൻ്റർനെറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളുകയും വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തനത്തിലെ ഈ വൈവിധ്യം അവർ എത്ര ഫലപ്രദമായിട്ട് ഉപയോക്താക്കൾക്ക് പ്രസക്തമായ തിരയൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ സെർച്ച് അനുഭവങ്ങൾ കണ്ടെത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണത്. തൽഫലമായി ഉപയോക്താക്കൾ അവർ ഉപയോഗിക്കുന്ന തിരയൽ എഞ്ചിൻ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ അനുസരിച്ച് വ്യത്യസ്ത ഫലങ്ങൾ കാണും. അതായത് നമ്മൾ എന്താണോ, ഇപ്പോൾ നമ്മൾ ഒരു നെറ്റിൽ പോയിട്ട് ഇൻ്റർനെറ്റ് ഗൂഗിളിലൊക്കെ കയറിയിട്ട് നമ്മൾ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് തിരഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഭാഗം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കണ്ടെത്താൻ കഴിയും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പദം പറഞ്ഞല്ലോ, ചില പദങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിനെ മലയാളമാക്കിയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. സെർച്ച് എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ തിരയൽ എഞ്ചിൻ എന്നാണ് അവിടെ കൊടുക്കുന്നത്. തിരയൽ എഞ്ചിൻ എന്നൊക്കെ പറയുന്നതിനേക്കാളും ഭേദം സെർച്ച് എഞ്ചിൻ തന്നെ മലയാളത്തിൽ എഴുതി വെക്കാൻ കേട്ടോ. ഞാൻ പലപ്പോഴും അങ്ങനെ തിരയൽ എഞ്ചിൻ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി വേൾഡ് വൈഡ് വെബ്, ഇതാണ് WWW എന്ന് കേട്ടില്ലേ, വേൾഡ് വൈഡ് വെബ്. കാലാവസ്ഥ പരിശോധിക്കുക, ഭക്ഷണം ഓർഡർ ചെയ്യുക, സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യുക, ഗെയിം കളിക്കുക, പണ കൈമാറ്റം ചെയ്യുക, അതുപോലെ എന്നിങ്ങനെയുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്ക് നാം പലപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അറിയാലോ, ലോകം തന്നെ, നമ്മുടെ ജീവിതം തന്നെ ഇന്ന് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പല കാര്യങ്ങളും എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ ഇൻ്റർനെറ്റ് നമ്മെ സഹായിക്കുന്നു. എല്ലാത്തരം വിഷയങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളുള്ള ഒരു വിജ്ഞാന കോശമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിനെ കാണാം. നാം വിവരങ്ങൾ തിരയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിവരങ്ങൾക്ക് വേണ്ടി തിരയുമ്പോൾ നമുക്ക് താല്പര്യമുള്ള വിഷയം കണ്ടെത്താൻ ഒരു വിജ്ഞാന കോശത്തിൻ്റെ പേജുകൾ നോക്കുന്നത് പോലെയാണ് നമ്മൾ ഇൻ്റർനെറ്റിനെ തിരയുന്നത്. വേൾഡ് വൈഡ് വെബ് എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നത്. വേൾഡ് വൈഡ് അതിന് സമാനമായിട്ട്, അതൊരു പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന ഏരിയയിൽ ഇന്ന ഭാഗം, ഇപ്പോൾ ഡിക്ഷണറി ഒക്കെയാണ് നമ്മൾ എ അക്ഷരത്തിലാണെങ്കിൽ എ അക്ഷരം തന്നെ, സി ആണെങ്കിൽ സി തിരഞ്ഞിട്ട് സിയിൽ CO, അപ്പോൾ CO വരുന്ന ഭാഗം അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേപോലെ തിരയാൻ നമുക്ക് സംവിധാനം ഒരുക്കി തരുന്ന ഒന്നാണ് വേൾഡ് വൈഡ് വെബ് എന്നാണ് പറയുന്നത്. ഒരു വിജ്ഞാനകോശത്തിൽ ഓരോ പേജിലും ടെക്സ്റ്റ്, ഇമേജുകൾ എന്നിങ്ങനെ വിവിധ തരം ഉള്ളടക്കങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ ഇൻ്റർനെറ്റിൽ ഓരോ വെബ് പേജും ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ലിങ്കുകൾ എന്നിവ പോലെയുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതാണ് സൂക്ഷിക്കുന്നത്. ഇൻ്റർനെറ്റിൽ ഏറ്റവും സാധാരണയായിട്ട് ഉൾക്കൊള്ളുന്ന വിവര സംവിധാനമാണ് വേൾഡ് വൈഡ് വെബ്. ലോകമെമ്പാടുമുള്ള വെബ് പേജുകളിലൂടെ ലഭ്യമായ പരസ്പര ബന്ധിതമായ വിവരങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ് വേൾഡ് വൈഡ് വെബ്. ഓരോ വെബ് പേജും ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ആനിമേഷനുകൾ, ഹൈപ്പർ ലിങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തിൻ്റെ ഒരു ശ്രേണി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരൊറ്റ രേഖയാണ്. ഈ പേജുകൾ ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യപ്പെടുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വിവിധ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും വീണ്ടെടുക്കാനും ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒന്നാണ് വേൾഡ് വൈഡ് വെബ്. ഇൻ്റർനെറ്റിൻ്റെ വിജ്ഞാന ശേഖരണത്തിൻ്റെ അടിസ്ഥാനം വേൾഡ് വൈഡ് വെബാണ്. ഒരു വലിയ ലൈബ്രറി ആയിട്ട് ഇതിനെ സങ്കല്പിച്ചാൽ ഭൗതിക ഭിത്തികളില്ല ഒതുങ്ങുന്നില്ലാതെ, അതായത് ഒരു ലൈബ്രറിക്കൊരു 4 ചുമരുകളുണ്ടാകും, അങ്ങനെ ഒരു ചുമരിനുള്ളിൽ അത് ഒതുങ്ങുന്നില്ല. ഇവിടെ സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളിലുമുള്ള വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു വെബ് പേജുകൾ സംഭരിച്ചിരിക്കും. ഈ വെബ് പേജുകളുടെ ഒരു ശൃംഖലയായിട്ട് WWW അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് പ്രവർത്തിക്കുന്നു. ഓരോന്നും എന്താണ്, ടെക്സ്റ്റ്, ഇമേജുകൾ, വീഡിയോകൾ എന്നിവ അടങ്ങുന്ന ഒരു തനത് പ്രമാണമായിട്ടാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് ത്രെഡുകൾ പോലെ പ്രവർത്തിക്കുന്ന ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചാണ് ഈ വെബ് പേജുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് നമ്മെ ഒരു വിവരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സുഗമമായി കൊണ്ടുപോകും. തിരയുമ്പോൾ കാണാറില്ല, നമ്മളൊന്നിൽ നോക്കും, അതിൽ കാണില്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി ആപ്റ്റായിട്ട് നമ്മൾ ആ ലിങ്ക് ഇങ്ങനെ നോക്കിയിട്ട് ലിങ്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഉചിതമായത് നമ്മളങ്ങനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ പേജുകളെ ബന്ധിപ്പിക്കുന്ന ത്രെഡുകളായിട്ട് പ്രവർത്തിക്കുന്ന ഹൈപ്പർ ലിങ്കുകൾ ഒരു വിവരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മളെ സുഗമമായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആരാണോ ഉപയോക്താക്കൾ അവരെ സഹായിക്കുന്നുണ്ട്. ഒരു പാഠപുസ്തകത്തിലെ റെഫറൻസുകൾ പിന്തുടരുന്നത് പോലെ ഒരു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് നിലവിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വെബ് പേജ് നമ്മെ അതിൽ നിന്ന് മാറ്റുന്നു. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് പോലെയുള്ള വെബ് ബ്രൗസറുകൾ ഈ വെബ് പേജുകൾ ആക്സസ് ചെയ്യുന്നതിനും കാണുന്നതിനുമുള്ള ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വെബ് പേജുകളുടെ അടിസ്ഥാന കോഡ് ഒരു വിഷ്വൽ ഫോർമാറ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അവർ പ്രവർത്തനം ചെയ്യുന്നു. ഇനി വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദ എലമെൻറ്റ്സ് ഓഫ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW. വെബ് പേജുകളാണ് ഒന്നാമത്തത്. വെബ് പേജുകൾ എന്ന് തന്നെ പറയാം കേട്ടോ. ഓരോ വെബ് പേജും ഒരു വലിയ ലൈബ്രറിയിലെ ഒരൊറ്റ പ്രമാണം പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. ഈ പേജുകൾ പ്രോഗ്രാമിംഗ് ഭാഷകൾ ഉപയോഗിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവ ലോകമെമ്പാടുമുള്ള വെബ് സെർവറുകളിൽ സംഭരിച്ചിരിക്കും. രണ്ടാമത്തത് ഹൈപ്പർ ലിങ്കുകളാണ്. ഈ ഇലക്ട്രോണിക് ലിങ്കുകൾ വെബ് പേജുകളെ ബന്ധിപ്പിക്കും.
ഇത് നാവിഗേറ്റ് ചെയ്യുന്നതും വിവരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതും എളുപ്പമാക്കും. ഒരു ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ വെബ് ബ്രൗസറിനെ നിലവിലുള്ള വിഷയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഇനി വെബ് ബ്രൗസറെ കുറിച്ചാണ്. വെബ് ബ്രൗസറുകൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് പോലെയുള്ള വെബ് ബ്രൗസറുകൾ വെബിൻ്റെ വലിയ ശേഖരത്തിലേക്കുള്ള ജാലകങ്ങളായിട്ടാണ് കരുതുന്നത്. നാവിഗേറ്റ് ചെയ്യാനുള്ളൊരു വിഷ്വൽ ഫോർമാറ്റിലേക്ക് അവ വെബ് പേജുകളെ കോഡാക്കിയിട്ട് വിവർത്തനം ചെയ്യും. www.earth.com എന്ന വിലാസം ടൈപ്പ് ചെയ്യുന്നതിലൂടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പേജ് ആക്സസ് ചെയ്യപ്പെടും. വെബ് പേജുകൾ നമുക്ക് ടെക്സ്റ്റ്, ഇമേജുകൾ, ഹൈപ്പർ ലിങ്കുകൾ മുതലായവ നമുക്ക് കാണാൻ കഴിയും. 3 ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഒരു വെബ് പേജ് നിർമ്മിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങൾ നോക്കുക. ഒന്ന് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്ക് അപ്പ് ലാംഗ്വേജ് എന്ന് പറയും. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ HTML എന്ന് ഷോർട്ട് പറയും കേട്ടോ. ഒരു വെബ് പേജിൻ്റെ ഘടന വിവരിക്കുന്നതാണത്. രണ്ടാമത്തത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകൾ, അതായത് CSS എന്ന് പറയും. ഡിസൈനിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മൂന്നാമത്തത് ജാവാസ്ക്രിപ്റ്റ്, നമ്മുടെ വെബ് പേജിൻ്റെ ഇൻറ്ററാക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, അതിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു ഉപകരണമാണ്. ഇനി വെബ്സൈറ്റുകളാണ്. വെബ്സൈറ്റ്സ് ഒരു വ്യക്തിയോ ബിസിനസ് സ്ഥാപനമോ വിദ്യാഭ്യാസ സ്ഥാപനമോ സർക്കാർ സ്ഥാപനമോ മുഖേന ഒരു പൊതു ഡൊമൈൻ നാമം ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ലഭ്യമാക്കിയിട്ടുള്ള വെബ് പേജുകളുടെ ഒരു ശേഖരമാണ് വെബ്സൈറ്റ്. ഇത് വെബ് സെർവറിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വെബ് സെർവറിലാണെന്ന് പറഞ്ഞല്ലോ. എന്താ വെബ് സെർവർ? ഒരു വെബ്സൈറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു സെർവറാണ് വെബ് സെർവർ. വെബ് പേജുകൾ സംഭരിക്കുക, പ്രോസസ്സ് ചെയ്യുക, ഉപയോക്താക്കൾക്ക് വിതരണം ചെയ്യുക എന്നതാണ് ഒരു വെബ് സെർവറിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു വെബ് സെർവർ ആത്യന്തികമായി അല്ലെങ്കിൽ ആന്തരികമായി ഉപയോഗിക്കുകയും പൊതുജനങ്ങൾക്ക് ദൃശ്യമാകാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ ഇൻ്റർനെറ്റ് സെർവർ എന്നാണ് വിളിക്കുക. അതിനൊരു ഉദാഹരണമാണ് www.amazon.com. നമുക്ക് ആ Amazon.com അടിക്കുമ്പോൾ അതിൽ ആമസോണിൽ എന്താ ഉള്ള പല ഐറ്റങ്ങൾ വരില്ലേ. അപ്പോൾ അതിൽ ഏതാണോ പിന്നെ നമുക്ക് വേണ്ടത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇൻ്റർനെറ്റിനെ സാധാരണയായി 2 വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ദൃശ്യ വെബ് എന്നും ഉപരിതല വെബ് എന്നും ഒന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തേത് ഇൻവിസിബിൾ വെബ് എന്നും അല്ലെങ്കിൽ പലപ്പോഴും ഡീപ്പ് വെബ് എന്നും അറിയപ്പെടും. അപ്പോൾ ഇനി വിസിബിൾ ഓർ ഇൻവിസിബിൾ വെബ്, അതാണ് നമുക്ക് ദൃശ്യ വെബും അദൃശ്യ വെബും. മുഖ്യധാര സെർച്ച് എഞ്ചിനുകൾ, സബ്ജക്റ്റ് ഡയറികൾ എന്നിവയിലൂടെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാവുന്ന വസ്തുതകളാണ് വിസിബിൾ വെബ് എന്ന് ഉൾക്കൊള്ളുന്നത്. നേരെ മറിച്ച് ഇൻവിസിബിൾ വെബിലെ ഡാറ്റാബേസുകൾ സൂക്ഷിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വെബ് അധിഷ്ഠിത ഫോമുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതോ ആയ വിവരങ്ങളാണ് ഇതിലൂടെ അദൃശ്യ വെബിൽ ഉൾക്കൊള്ളുന്നത്. ഗൂഗിൾ പോലെയുള്ള ജനപ്രിയ സെർച്ച് എഞ്ചിനുകൾ സൂചികയാക്കിയാൽ അല്ലെങ്കിൽ സൂചികയിലാക്കിയാൽ ഉള്ളടക്കത്തേക്കാൾ ഏകദേശം 500 മടങ്ങ് വലുതാണ് ഇൻവിസിബിൾ വെബ് എന്ന് സെർച്ച് എഞ്ചിനായ ബ്രൈറ്റ് പ്ലാനറ്റ് നടത്തിയൊരു പഠനത്തിൽ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗൂഗിൾ ഏകദേശം 1 ബില്യൺ വെബ് പേജുകളുടെ സൂചികയിൽ അഭിമാനിക്കുമ്പോൾ ബ്രൈറ്റ് പ്ലാനറ്റിൻ്റെ ഗവേഷണം സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ 500 മില്യൺ വെബ് ഉള്ളടക്കത്തിന് സാധ്യതയുണ്ട് എന്നാണ്. എങ്കിലും ഈ വിപുലമായ ഡാറ്റാ പൂളിൻ്റെ ഒരു ചെറിയ ഭാഗം ഏകദേശം 500-1 എന്ന രീതിയിൽ പരമ്പരാഗത തിരയൽ വഴികളിലൂടെ അല്ലെങ്കിൽ പരമ്പരാഗത സെർച്ച് എഞ്ചിനുകളിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. നിലവിൽ ഡീപ്പ് വെബ് 2 ലക്ഷത്തിലധികം സൈറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അവയിൽ ചിലത് ഏകദേശം 750 ടെറാബൈറ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വോളിയം സർവീസ് വെബിനെ ഗണ്യമായ മാർജിനിൽ ചെറുതാക്കുന്നു. ഈ സ്ഥിതിവിവരക്കണക്കുകൾ ഡീപ്പ് വെബിൻ്റെ അസ്തിത്വം ഇൻ്റർനെറ്റിൻ്റെ മൊത്തത്തിലുള്ള ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ ഭൂപ്രകൃതിയിൽ അതിൻ്റെ ഗണ്യമായ സംഭാവന അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് അടിവരയിടുന്നത്. മാത്രവുമല്ല അതിൻ്റെ മൂല്യവത്തായ മറഞ്ഞിരിക്കുന്ന വിഭവങ്ങൾ ടാപ്പ് ചെയ്യുന്നതിന് ബദൽ തിരയൽ രീതികൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത അത് ഊന്നി പറയുന്നുമുണ്ട്. www അല്ലെങ്കിൽ അത് വേൾഡ് വൈഡ് വെബിൻ്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള വിവരങ്ങൾ കാര്യക്ഷമമായി കണ്ടെത്തുന്നതിന് അതിൻ്റെ പരസ്പര ബന്ധിതമായ സ്വഭാവം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ വിശാലമായ ഡിജിറ്റൽ ലൈബ്രറി നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളായിട്ട് സെർച്ച് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതും എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാം. അതായത് സെർച്ച് എഞ്ചിനുകളെ കുറിച്ചാണ്, അതായത് തിരയൽ എഞ്ചിനുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ലൈബ്രറിയെ നമ്മൾ ഒരു സെർച്ച് എഞ്ചിനായിട്ടും ലൈബ്രറിയനെ ഒരു ബ്രൗസറായിട്ടും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗണിതശാസ്ത്ര ശാഖയായ കാൽക്കുലേഷനെ കുറിച്ചുള്ളൊരു പുസ്തകം നമുക്ക് ആവശ്യമാണെന്ന് കരുതുക. കാൽക്കുലേഷനെ കുറിച്ചുള്ളൊരു പുസ്തകം നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ ആദ്യം ലൈബ്രറിയനെ കാണും.
കണ്ടിട്ട് നമ്മൾ എന്ത് പറയും. കൂടാതെ ലൈബ്രറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അയാൾ തൻ്റെ കമ്പ്യൂട്ടറിൽ ആവശ്യമായ പുസ്തകം ഉണ്ടോ എന്ന് നോക്കും അല്ലേ. എന്നിട്ടോ ലൈബ്രറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുസ്തകം കണ്ടെത്തി കഴിഞ്ഞാലോ അദ്ദേഹം നമ്മെ ആവശ്യമായ പുസ്തകത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതാണ്, അതിലേക്ക് നമ്മെ കൊണ്ടുപോകും. അങ്ങനെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഒരു സെർച്ച് എഞ്ചിൻ എന്നത് ഇൻ്റർനെറ്റിൽ ആക്സസ് ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയറാണ്. അത് ഉപയോക്താവിൻ്റെ അന്വേഷണത്തിനനുസരിച്ച് വിവരങ്ങളുടെ ഒരു ഡാറ്റാബേസ് തിരയും. നമ്മൾ തിരയുന്ന വിഷയങ്ങളുമായിട്ട് നന്നായി പൊരുത്തപ്പെടുന്ന ഫലങ്ങളുടെ ഒരു ലിസ്റ്റ് അത് നമുക്ക് തരും. അങ്ങനെയല്ലേ കണ്ടിട്ടില്ലേ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ വരില്ലേ ലിങ്ക്, എന്നിട്ട് നമുക്ക് അതിൽ ഏതാ വേണ്ടത് വെച്ചാൽ നമ്മൾ കയറില്ലേ ചെയ്യുക. അങ്ങനെ കീവേഡ് ചെയ്യുന്നതിന് വേണ്ടി സെർച്ച് എഞ്ചിൻ, ഇവിടെ ഗൂഗിളാണ് നമ്മൾ പറയുന്നത്, വെബിലേക്ക് നേരിട്ട് പോകുന്നില്ല. എങ്കിലും ഡാറ്റാബേസിൽ വിവരങ്ങൾ തിരയാൻ അത് വെബ് ക്രോളർ അല്ലെങ്കിൽ വിവിധ വെബ്സൈറ്റുകൾ പരതിയിട്ട് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വെബ് ക്രോളിംഗ് എന്ന് പറയുന്നത്. അത് വെബ് ക്രോളിംഗ് എന്ത് ചെയ്യുന്നുണ്ട്. വെബ് സ്പൈഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു. വെബ് പ്രസക്തമായ പേജുകളോ വെബ്സൈറ്റുകളോ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും. വീണ്ടെടുക്കാവുന്ന വെബ് പേജുകളിൽ പേജിൻ്റെ ശീർഷകം ഉണ്ടാകും, ഹെഡിങ് ഉണ്ടാകും. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഭാഗത്തിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് കാണിക്കും. കുറേ ചിത്രങ്ങൾ, ഇമേജസ് കൊടുത്തിട്ടുണ്ടാവും, വീഡിയോകൾ മുതലായവ. അപ്പോൾ നമുക്കതിൽ ഏതാണോ ആവശ്യം അത് നമ്മൾ ഇമേജസ്, വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കൊടുക്കാറില്ലേ. അപ്പോൾ വെബ് ഡോക്യുമെൻറ്റുകൾ യാന്ത്രികമായും വ്യവസ്ഥാപിതമായും തിരയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് വെബ് ക്രോളർ എന്ന് പറയുന്നത്. ഡൗൺലോഡ് ചെയ്ത പേജുകൾ ഇൻഡെക്സ് ചെയ്ത് ദ്രുത ഫയലുകൾ നൽകാൻ ഇത് സഹായിക്കും. ഒരു വലിയ ലൈബ്രറിയിലെ ഒരു ലൈബ്രറിയൻ്റെ ഉദാഹരണമെടുത്താൽ ലൈബ്രറിയൻ പുസ്തകങ്ങൾ ക്രമാനുഗതമായിട്ട് ക്രമീകരിക്കണം. അതിലൂടെ അയാൾക്ക് പുസ്തകങ്ങൾ വിഷയത്തിനനുസരിച്ച് സൂചികയിലാക്കാനും ആവശ്യക്കാർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പുസ്തകങ്ങൾ വീണ്ടെടുക്കാനും കഴിയും. അതുപോലെ വേഗത്തിലുള്ള തിരയൽ നൽകുന്നതിന് ഡൗൺലോഡ് ചെയ്യുന്ന പേജുകളെ സൂചികയിലാക്കാൻ വെബ് ക്രോളർ ഒരു അൽഗോരിതം ഉപയോഗിക്കും. ചുരുക്കത്തിൽ ഒരു സെർച്ച് എഞ്ചിൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഒരു ബുദ്ധിമാനായ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരു സഹായിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ആളുകൾ വാക്കുകളോ ശൈലികളോ ടൈപ്പ് ചെയ്യുമ്പോൾ, അതായത് വാക്കുകൾ പറയുകയോ അക്ഷരങ്ങളായിട്ട് ടൈപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റിലെ കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ദശലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിലും ഈ സെർച്ച് എഞ്ചിൻ വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവ എല്ലാ സമയത്തും ഇൻ്റർനെറ്റിൽ തിരയുകയും അവർ കണ്ടെത്തുന്ന എല്ലാ വെബ്സൈറ്റുകളെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും എന്തെങ്കിലും തിരയുമ്പോൾ സെർച്ച് എഞ്ചിൻ അതിന് കണ്ടെത്തിയ വെബ്സൈറ്റുകളിലെ ശീർഷകങ്ങൾ, വാക്കുകൾ, അതുപോലെ തന്നെ ശൈലികൾ എന്നിവ നോക്കും. തുടർന്ന് ആ പ്രത്യേക തിരയലിന് ഏറ്റവും പ്രസക്തമായ വെബ്സൈറ്റുകൾ ഏതെന്ന് നിർണ്ണയിക്കാൻ ഒരു പ്രത്യേക ഘട്ടങ്ങൾ ഉപയോഗിക്കും. ലിസ്റ്റിൻ്റെ മുകളിൽ ഏറ്റവും സഹായകരമായ വെബ്സൈറ്റുകൾ ഇത് കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കമ്പനികൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഉപയോഗിക്കും. CEO എന്ന് പറയും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, പരിമിതപ്പെടുത്തൽ എന്നൊരു തന്ത്രം ഉപയോഗപ്പെടുത്തും. ഇനി പോപ്പുലർ സെർച്ച് എഞ്ചിൻസ്, ജനകീയമായ തിരയൽ എഞ്ചിനുകൾ ഏതൊക്കെയാണെന്നാണ്. ഗൂഗിൾ ബിങ്, ഡക്ടക്ക് ഗോ, യാഹൂ, ആഷ്, പിന്നെ ബൈദു, ബ്രേവ്, വോൾഫാം ആൽഫ തുടങ്ങിയവയാണ് ചില പ്രധാന തിരഞ്ഞെടുപ്പ് തിരയൽ എഞ്ചിനുകൾ, സെർച്ച് എഞ്ചിനുകൾ. മൈക്രോസോഫ്റ്റിൻ്റെ മൈക്രോസോഫ്റ്റ് ബിങ് പറഞ്ഞില്ലേ, ഗൂഗിൾ ബിങ് പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സെർച്ച് എഞ്ചിനാണ്. ഒന്നാമത്തെ ഗൂഗിളാണ് കേട്ടോ. ഒന്നാമത്തത് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ തൊട്ട് പിന്നാലെയാണുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ ബിങ് ഉള്ളത് കേട്ടോ. ബിങ് എന്നാണ് പറയാം കേട്ടോ, BING, ബിങ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ബിങ് അതായത് ഉപഭോക്തൃ സൗഹൃദ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് വളരെയധികം ആഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കപ്പെട്ട വീഡിയോ തിരയലുകളിൽ അത് മികച്ചതാണ്. ഗൂഗിൾ പോലെ ബിങ് കറൻസി പോലെയുള്ള സഹായങ്ങൾ, പരിവർത്തനം, അതുപോലെ വിവർത്തന സേവനങ്ങൾ, അതുപോലെ ഫ്ലൈറ്റ് ട്രാക്കിങ് പോലുള്ള ആന്തരിക സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വൈവിധ്യവും മത്സരക്ഷമതയും അത് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇനി വൃത്തിയുള്ള ഇൻ്റർഫേസ്, കുറഞ്ഞ പരസ്യങ്ങൾ, ഉപഭോക്തൃ സ്വകാര്യതയോടുള്ള പ്രതിബദ്ധത എന്നിവ കാരണം സ്വകാര്യതാ ബോധമുള്ള ഉപയോക്താക്കൾക്കിടയിൽ ഡക്ടക്ക് ഗോ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പ്രിയപ്പെട്ട തിരഞ്ഞെടുപ്പ് ഒരു സംവിധാനവുമുണ്ട്. അതിൻ്റെ വ്യതിരിക്തമായ ബാങ്ക്സ് സവിശേഷത മറ്റ് വെബ്സൈറ്റുകളിൽ നേരിട്ട് തിരയാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു. കാര്യക്ഷമത സൗകര്യം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് ഡക്ടക്ഗോൻ്റെ പ്രത്യേകത. ഇനി യാഹു ആണ് അടുത്തത്. യാഹു കാലഹരണപ്പെട്ട ഒരു റിസർച്ച് എഞ്ചിനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ആഗോളതലത്തിൽ ഏറ്റവും പ്രചാരമുള്ള മൂന്നാമത്തെ സെർച്ച് എഞ്ചിനാണ് യാഹു. അതിൻ്റെ സമഗ്രമായ വെബ് പോർട്ടൽ ഉപയോക്താക്കൾക്ക് വൈവിധ്യമായ ഓൺലൈൻ അനുഭവം വാഗ്ദാനം ചെയ്യുന്ന ഇമെയിൽ,
ഇമെയിൽ, വാർത്തകൾ, ഓൺലൈൻ ഷോപ്പിംഗ്, ഗെയിമുകൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഫ്ലിക്കർ, യാഹൂ ഫിനാൻസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുമായുള്ള സംയോജനം അതിൻ്റെ ഇമേജ് ഫലങ്ങൾ ശക്തിപ്പെടുത്തുകയും വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വിപുലമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി ആസ്കാണ് മറ്റൊന്ന്. ആസ്ക് മുമ്പ് ആസ്ക് ജീവസ് കേട്ടോ. ആസ്ക് ജീവസ് സെർച്ച് എഞ്ചിനുകളുമായിട്ട് അത്ര പരിചിതമല്ലാത്ത ഉപയോക്താക്കൾക്ക് അതിൻ്റെ നേരിലുള്ള ചോദ്യോത്തര ഫോർമാറ്റാണ് കൊടുക്കുക. അതിൻ്റെ ഉപഭോക്തൃ സൗഹൃദ ഇൻ്റർഫേസും സ്വാഭാവിക ഭാഷാ തിരയലുകളും പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കും. ഇത് തിരയൽ സമഗ്രതയെ സമ്പന്നമാക്കുന്നു. ഇനി ബൈഡു ആണ് അടുത്തത്. ബൈഡു ചൈനീസ് ഇൻ്റർനെറ്റ് വിപണിയിൽ ആധിപത്യം പുലർത്തുന്ന ഒന്നാണ് ബൈഡു. ഡിസൈനിലും പരസ്യത്തിൽ നിന്നുള്ള ധനസമ്പാദനത്തിലും ഗൂഗിളിനോട് അതിന് സാമ്യമുണ്ട്. എങ്കിലും നിർദ്ദിഷ്ട ചിത്രങ്ങളും ജനാധിപത്യ അനുകൂല വെബ്സൈറ്റുകളും തടയുന്നതുൾപ്പെടെ അതിൻ്റെ കനത്ത സെൻസർഷിപ്പ് രീതികൾ അതിനെ ഗണ്യമായി വേറിട്ട് നിർത്തുന്നു. വെബ് ഉപഭോക്തൃ ഡാറ്റ ട്രാക്ക് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിൻ്റെ സ്വതന്ത്ര വെബ് സൂചികയിലൂടെ തിരയൽ ഫലങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്തുകൊണ്ട് ഒരേ ഉപയോക്താക്കൾ കൃത്യതയ്ക്കും സ്വകാര്യതയ്ക്കും മുൻഗണന നൽകുന്നു. ഇനി നൂതന അൽഗോരിതങ്ങളും അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യ നമുക്ക് കേട്ടിട്ടില്ലേ? എന്താണ് AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിദഗ്ധ തലത്തിലുള്ള ഉത്തരങ്ങൾ നൽകുന്നതിൽ വോൾഫോം ആൽഫ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. വിവിധ വിഷയങ്ങളിലേക്ക് തരംതിരിച്ചിരിക്കുന്ന ഇത് ഉപഭോക്തൃ തിരയലുകൾ ട്രാക്ക് ചെയ്യുകയും സ്വകാര്യത ഉറപ്പാക്കാതെ എന്ത് ചെയ്യാറുണ്ട്? വിദഗ്ധ അറിവ് നൽകാറുണ്ട്. ഗൂഗിൾ, ബിങ്, യാഹൂ തുടങ്ങിയ പൊതു സെർച്ച് എഞ്ചിനുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് അക്കാദമിക് ഉള്ളടക്കം മുതൽ വാർത്താലേഖനങ്ങൾ, ബ്ലോഗുകൾ, ഫോറങ്ങൾ എന്നിവ വരെയുള്ള വിശാലമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവർ വിവിധ വിഷയങ്ങളിലേക്ക് ദ്രുത പരിശോധന വാഗ്ദാനം ചെയ്യുമ്പോൾ അവ സ്ഥിരമായിട്ട് അക്കാദമിക സ്രോതസ്സുകൾക്ക് മുൻഗണന നൽകുകയോ അല്ലെങ്കിൽ പണ്ഡിത ഗവേഷണത്തിനായിട്ട് പ്രത്യേക ഉപകരണങ്ങൾ നൽകുകയോ ചെയ്യില്ല. നേരെ മറിച്ച് ഗൂഗിൾ സ്കോളർ, അതുപോലെ പബ്മെഡ്, IEEE എക്സ്പ്ലോർ, അതുപോലെ സ്കോപ്പസ് തുടങ്ങിയ വിദ്യാഭ്യാസ സെർച്ച് എഞ്ചിനുകൾ അക്കാദമിക് ലേഖനങ്ങൾ, പേപ്പറുകൾ, ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ പോലുള്ള പണ്ഡിതോചിതമായ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിന് ഗവേഷകരെ സഹായിക്കുന്നതിന് പ്രത്യേകം തയ്യാറാക്കിയതാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ സാധാരണയായിട്ട് അക്കാദമിക് ജേണലുകൾ, കോൺഫറൻസ് പ്രൊസീഡിങ്സ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിപ്പോസിറ്ററികൾ എന്നിവയിൽ നിന്നുള്ള ഉള്ളടക്കം സൂചികയിലാക്കും. അവലംബൻ ട്രാക്കിംഗ്, രചയിതാവിൻ്റെ പ്രൊഫൈലുകൾ, പണ്ഡിതോചിതമായ അന്വേഷണത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായ ഡോക്യുമെൻ്റ് മെട്രിക്സ് എന്നിവ പോലുള്ള സവിശേഷതകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി അക്കാദമിക് സെർച്ച് എഞ്ചിൻസാണ്. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ അക്കാദമിക് സെർച്ച് എഞ്ചിനുകളുടെ ആവിർഭാവത്താൽ അക്കാദമിക് സാഹിത്യത്തിൻ്റെ പ്രവേശനക്ഷമതയും സമൃദ്ധിയും വിപ്ലവകരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ ഗവേഷകർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ പഠനത്തിന് പ്രസക്തമായ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വിശാലമായ പണ്ഡിത പ്രസിദ്ധീകരണങ്ങളിലൂടെ കാര്യക്ഷമമായി നാവിഗേറ്റ് ചെയ്യാൻ അവരെ അത് പ്രാപ്തമാക്കുന്നു. ഈ വിഭാഗം ഗവേഷണ ലാൻഡ്സ്കേപ്പിലെ, അതായത് ഭൂപ്രകൃതിയിലെ അക്കാദമിക് സെർച്ച് എഞ്ചിനുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അക്കാദമിക് വിദഗ്ധർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന തിരഞ്ഞെടുത്ത സെർച്ച് എഞ്ചിനുകളുടെ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാദമിക് സെർച്ച് എഞ്ചിനുകൾ ഗവേഷകർക്ക് വലിയ തോതിലുള്ള വിദ്യാഭ്യാസ സാഹിത്യത്തിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് അറിവിൻ്റെ പണ്ഡിതോചിതമായ അന്വേഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഗവേഷകർക്ക് അതിന് ശ്രമിക്കും. ആ ശ്രമതകൾ സുഗമമാക്കുന്നതിലും അവയുടെ പ്രധാന സവിശേഷതകളും പ്രവർത്തനങ്ങളും പര്യവേഷണം ചെയ്യുന്നതിലും ലോകമെമ്പാടുമുള്ള ഗവേഷകർ സാധാരണ ഉപയോഗിക്കുന്ന പ്രമുഖ സെർച്ച് എഞ്ചിനുകളുടെ ഹൈലൈറ്റ് ചെയ്യുന്നതിലും അക്കാദമിക് സെർച്ച് എഞ്ചിനുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ റോൾ ഓഫ് അക്കാദമിക് സെർച്ച് എഞ്ചിൻസാണ്. അക്കാദമിക് സെർച്ച് എഞ്ചിനുകളുടെ പങ്ക്. ഗവേഷണ പേപ്പറുകൾ, ജേണൽ ലേഖനങ്ങൾ, കോൺഫറൻസ് നടപടികൾ, പ്രബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ പണ്ഡിത വിഭവങ്ങളിലേക്കുള്ള മാർഗങ്ങളായിട്ട് അക്കാദമിക് സെർച്ച് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അക്കാദമിക് സാഹിത്യം ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നതിലും ഈ സെർച്ച് എഞ്ചിനുകൾ ഗവേഷണ പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലും ഗവേഷകർക്ക് പ്രസക്തമായ വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ അക്കാദമിക് മേഖലകളിലുടനീളം വിപുലമായ കവറേജ് നൽകിക്കൊണ്ട് അവർ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ഗവേഷണത്തെ പിന്തുണക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അക്കാദമിക് സെർച്ച് എഞ്ചിനുകളുടെ പ്രധാന സവിശേഷതകൾ? ഒന്നാമത്തത് ഡാറ്റാബേസ് വലുപ്പവും കവറേജും. രണ്ടാമത്തത് തിരയൽ പ്രവർത്തനമാണ്, അതായത് സെർച്ച് പ്രവർത്തനങ്ങളാണ്. മൂന്നാമത്തത് മുഴുവൻ ടെക്സ്റ്റ് ഉള്ളടക്കത്തിലേക്കുമുള്ള ആക്സസ്, അതിന് മുഴുവൻ ഉള്ളടക്കങ്ങളിലേക്കും ആളുകൾ ആക്സസ് ചെയ്യലാണ്. നാലാമത്തത് ഉദ്ധരണി മെട്രിക്സ് ആണ്, സിറ്റുവേഷൻ മെട്രിക്സ് എന്ന് പറയും കേട്ടോ.
ഇനി കീ അക്കാഡമിക് സെർച്ച് എഞ്ചിൻസാണ്. പ്രധാനപ്പെട്ട അക്കാദമിക് സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ അത് ഒന്നാമത്തത് എഞ്ചിൻസിനെ പറഞ്ഞു. ഗൂഗിൾ സ്കോളർ, പബ്മെഡ്, സയൻസ് ഡയറക്റ്റ്, അതുപോലെ IEE എക്സ്പ്ലോറർ, പിന്നെ സ്കോപ്പസ്, JSTOR എന്നിവ വിവിധ മേഖലകളിലെ ഗവേഷകരുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന അക്കാദമിക് സെർച്ച് എഞ്ചിനുകളുടെ ശക്തമായൊരു നിരയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോമും വ്യത്യസ്തമായ സവിശേഷതകളും അറിവിൻ്റെ പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യം നേടുകയും അതുവഴി ഗവേഷണ ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുകയും പണ്ഡിതോചിതമായ അന്വേഷണത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. അതിലോരോന്ന് നോക്കാം. ഒന്നാമത്തത് ഗൂഗിൾ സ്കോളർ എന്ന് പറഞ്ഞു. ഗൂഗിൾ സ്കോളർ അതിൻ്റെ വിപുലമായ ഡാറ്റാബേസിനും ഉപഭോക്തൃ സൗഹൃദ ഇൻ്റർഫേസിനും പേര് കേട്ടതാണ്. രണ്ടാമത്തെ നമ്മൾ പബ്മെഡ് എന്ന് പറഞ്ഞു അല്ലെ. പബ്മെഡ് ബയോമെഡിക്കൽ സാഹിത്യത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒന്നാണ്. ഇത് മെഡിക്കൽ അതുപോലെ ലൈഫ് സയൻസ് ഗവേഷണത്തിനുള്ള അമൂല്യമായ വിഭവമാക്കിയിട്ട് മാറ്റുന്നു. നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ NCBI വികസിപ്പിച്ച് പരിപാലിക്കുന്ന പബ്മെഡ് പിയർ റിവ്യൂ ചെയ്യുന്ന ലേഖനങ്ങൾ, ക്ലിനിക്കൽ പഠനങ്ങൾ, ബയോമെഡിക്കൽ സാഹിത്യങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരണത്തിലേക്കാണ് പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നത്. മൂന്നാമത്തത് സയൻസ് ഡയറക്റ്റ്. എൽസെവിയർ നൽകുന്ന ഒരു പ്രമുഖ പ്ലാറ്റ്ഫോമായ സയൻസ് ഡയറക്റ്റ് ശാസ്ത്രീയവും സാങ്കേതികവുമായ ഗവേഷണ ലേഖനങ്ങൾ, അതുപോലെ ജേണലുകൾ, പുസ്തക അധ്യായങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരണത്തിലേക്ക് പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊന്ന് IEE എക്സ്പ്ലോറർ. 3E എക്സ്പ്ലോറർ അല്ലേ. ജേണലുകൾ, കോൺഫറൻസ് നടപടികൾ, മാനദണ്ഡങ്ങൾ എന്നിവ ഉൾപ്പെടെ ഉയർന്ന നിലവാരമുള്ള സാഹിത്യത്തിലേക്ക് ഗവേഷകർക്ക് പ്രവേശനം നൽകിക്കൊണ്ട് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയ്ക്ക് IEE എക്സ്പ്ലോറർ സേവനം നൽകുന്നു. അഞ്ചാമത്തത് സ്കോപ്പസാണ്. ശാസ്ത്രീയ സാഹിത്യത്തിൻ്റെ വിപുലമായ കവറേജിന് പേര് കേട്ട സ്കോപ്പസ് വിവിധ അക്കാദമിക് ഡൊമൈനുകളിലുടനീളം ഡിസിപ്ലിനറി ഗവേഷണം സുഗമമാക്കുന്നതിന് സമഗ്രമായ ഗ്രന്ഥസൂചിക, ഉദ്ധരണി ഡാറ്റാബേസുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് JSTOR. അക്കാദമിക് ജേണലുകൾ, പുസ്തകങ്ങൾ, പ്രാഥമിക സ്രോതസ്സുകൾ എന്നിവയുടെ വിപുലമായ ആർക്കൈവ് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ് എന്നിവയിലെ ഗവേഷകർക്ക് ഒരു വിലപ്പെട്ട വിഭവമായിട്ട് വർത്തിക്കുന്ന ഒന്നാണിത്. ചുരുക്കത്തിൽ അക്കാദമിക് സെർച്ച് എഞ്ചിനുകൾ ഗവേഷണ പ്രക്രിയയിൽ അവിഭാജ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഗവേഷകർക്ക് പണ്ഡിത സാഹിത്യത്തിലേക്ക് സമാനതകളില്ലാത്ത പ്രവേശനം നൽകുകയും വൈവിധ്യമാർന്ന അക്കാദമിക് വിഷയങ്ങളിലെ വിജ്ഞാനത്തിൻ്റെ പുരോഗതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അക്കാദമിക് സെർച്ച് എഞ്ചിനുകൾ. ഈ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഗവേഷകർക്ക് കാര്യക്ഷമതയോടെയും കൃത്യതയോടെയും അക്കാദമിക് സാഹിത്യത്തിൻ്റെ വിശാലമായ വിസ്തൃതി നാവിഗേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അണ്ടർസ്റ്റാൻഡിങ് സെർച്ച് ടെക്നിക്കുകൾ മനസ്സിലാക്കലാണ്. അടുത്തത് വിപുലമായ ഓൺലൈൻ ശേഖരത്തിൽ നിന്ന് പ്രസക്തമായ വിവരങ്ങൾ കാര്യക്ഷമമായി വീണ്ടെടുക്കുന്നതിന് ഗവേഷകർക്കും പണ്ഡിതർക്കും വിദ്യാർത്ഥികൾക്കും സെർച്ച് ടെക്നിക്കുകൾ പ്രധാനമാണ്. ഡിജിറ്റൽ ഡാറ്റയുടെ അതുപോലെ ക്രമാതീതമായ വളർച്ചയോടൊപ്പം വിവരങ്ങൾ വീണ്ടെടുക്കാൻ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും അർത്ഥവത്തായ സ്ഥിതിവിവര കണക്കുകൾ ഫലപ്രദമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും വിപുലമായ തിരയൽ സാങ്കേതിക വിദ്യകൾ മാസ്റ്റേഴ്സ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ ഇതിനുള്ള പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ്? ഒന്ന് അടിസ്ഥാന കീവേഡ് തിരയലാണ്. ബേസിക് കീവേഡ് സെർച്ച് ടെക്നിക്കുകളുടെ അടിസ്ഥാന കീവേഡ് തിരയലുകളുടെ ഒരു പരിശീലനമാണ്. അതിൽ ഉപയോക്താക്കൾ പൊരുത്തപ്പെടുന്ന ഫലങ്ങൾ വീണ്ടെടുക്കുന്നതിന് തിരയൽ എഞ്ചിനുകൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകളിലേക്ക് പ്രസക്തമായ പദങ്ങളോ ശൈലികളോ ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് കീവേഡ് സെർച്ചിൻ്റെ ഫലപ്രാപ്തി ഉചിതമായ കീവേഡുകൾ തിരഞ്ഞെടുക്കുന്നതിലും തിരയൽ അൽഗോരിതങ്ങൾ അന്വേഷണ പദങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുകയും മുൻഗണന നൽകുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും തരികയും ചെയ്യും. പിന്നെ അടുത്തത് ബൂളിയൻ ഓപ്പറേറ്റർമാർ. AND, OR ക്യാപിറ്റൽ ലെറ്ററാണ് കേട്ടോ. NOT അങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്ററുകളിലുള്ള വാക്കുകൾ ഇത് ഉൾപ്പെടെയുള്ള ബൂളിയൻ ഓപ്പറേറ്റർമാർ നൂതന തിരയൽ സാങ്കേതിക വിദ്യകളുടെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഇത് ഉപയോക്താക്കളെ തിരയൽ അന്വേഷണങ്ങൾ പരിഷ്കരിക്കാനും അവരുടെ നിർദ്ദിഷ്ട ആവശ്യകതകൾക്ക് അനുസൃതമായിട്ട് ഫലങ്ങൾ നൽകുവാനും പ്രാപ്തരാക്കുന്നു. പിന്നെ ഫ്രേസ് സെർച്ചസ് ആണ്. വാചക തിരയലുകൾ മുഴുവൻ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന കൃത്യമായ പൊരുത്തങ്ങൾ വീണ്ടെടുക്കാൻ സെർച്ച് എഞ്ചിനുകൾക്ക് നിർദ്ദേശം നൽകുന്നതിന് ഉദ്ധരണി ചിഹ്നങ്ങൾക്കുള്ളിൽ നിർദ്ദിഷ്ട പദങ്ങളോ ശൈലികളോ ഉൾക്കൊള്ളുന്നത് വ്യതിരിക്തതയിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്തത് വെട്ടിച്ചുരുക്കലുകളും വൈൽഡ് കാർഡുകളും.
അപ്പോൾ ഒരു പദറൂട്ടിൻ്റെ വ്യതിയാനങ്ങൾ തിരയുന്നതിനോ അക്ഷരവ്യത്യാസ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കുന്നതിനോ വെട്ടിച്ചുരുക്കൽ ചിഹ്നങ്ങൾ, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഉദാ എഴുതിയിട്ട് ഇങ്ങനെ ഡോട്ടിടില്ലേ, അങ്ങനെ അതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വൈൽഡ് കാർഡുകൾ ഒരു വാക്കിനുള്ളിൽ ഒന്നോ അതിലധികമോ പ്രതീകങ്ങൾക്ക് പകരമായിട്ട് തിരയലിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും. പിന്നെ അഞ്ചാമത്തത് ഫിൽട്ടറുകളും വിപുലമായ തിരയൽ ഓപ്ഷനുകളുമാണ്. പ്രസിദ്ധീകരണ തീയതി, പ്രമാണതരം, ഭാഷ, മറ്റ് മാനദണ്ഡങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി തിരയൽ ഫലങ്ങൾ പരിഷ്കരിക്കുന്നതിന് അക്കാദമിക് സെർച്ച് എഞ്ചിനുകൾ നൽകുന്ന വിപുലമായ തിരയൽ ഓപ്ഷനുകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ആറാമത്തത് സിറ്റേഷൻ സെർച്ചിങ് ആണ്, അതായത് ഉദ്ധരണി തിരയലാണ്. പ്രസക്തമായ ലേഖനങ്ങൾ ഉദ്ധരിച്ച റഫറൻസുകൾ പരിശോധിച്ച് അതുപോലെ സെമിനൽ കൃതികളെയോ സാധാരണ അല്ലെങ്കിൽ പ്രധാന രചയിതാക്കളെയോ തിരിച്ചറിഞ്ഞുകൊണ്ട് അവലംബ ശൃംഖലകൾ പര്യവേഷണം ചെയ്യുക. ഉദ്ധരണി തിരയൽ പിന്നാക്ക സൈറ്റേഷനെ ട്രാക്കിംഗ് ചെയ്തുകൊണ്ട്, അതായത് ഒരു പ്രത്യേക ഉറവിടം ഉദ്ധരിച്ച ലേഖനങ്ങൾ കണ്ടെത്തലിന് ഫോർവേഡ് സൈറ്റേഷൻ ട്രാക്കിംഗ്, അതായത് ഒരു പ്രത്യേക ഉറവിടം ഉദ്ധരിക്കുന്ന ലേഖനങ്ങൾ തിരിച്ചറിയുന്നതിൽ എന്നിവ സുഗമമാക്കുന്നതിനും ആശയങ്ങളുടെ പരിണാമം കണ്ടെത്താനും സ്വാധീനിക്കുന്ന ഒന്നാണ്. പിന്നെ സിനോണിം സെർച്ചിങ് ആണ്, അതായത് പര്യായമായ തിരയൽ അന്വേഷണങ്ങൾ വിശാലമാക്കുന്നതിനും ഇതര ഭാഷാ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളുടെ വ്യതിയാനങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനും പര്യായമായ തിരയൽ വാക്കുകൾ തമ്മിലുള്ള സെമാൻറ്റിക് ബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഇതിന് നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ് മലയാളം ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, താങ്ക്സ്.